Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോർഡ് എക്സാമിലെ വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. Let us start. First question. Consider the vectors a is equal to I plus 2j plus 3k, b is equal to 3i plus 2j plus k. Find a dot b. Dot product കാണണം. അത് മാത്രമല്ല find angle between a and b. അപ്പോൾ ഫസ്റ്റ് നോക്കാം a dot b കാണണം അല്ല ജസ്റ്റ് രണ്ടും ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ മതി. കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 1 into 3 എന്ന് പറയുന്നത് 3 plus 2 into 2 എന്ന് പറയുന്നത് 4 then 3 into 1 എന്ന് പറയുന്നത് 3. So 3 plus 4 plus 3 അതായത് 10. നെക്സ്റ്റ് നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി കാണാം അല്ലേ. അപ്പോൾ ആംഗിളിന്റെ ഫോർമുല എന്താ? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി. അപ്പോൾ നമുക്ക് എ ഡോട്ട് ബി കാണണം. മോഡുലസ് എ ഡോട്ട് ബി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് 10 എന്നുള്ള വാല്യൂ. സോ അതാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ചെയ്യണം. സോ ആദ്യം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കാണാം. അതായത് എയുടെ കോഎഫിഷ്യൻസ് ജസ്റ്റ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. സോ നമുക്ക് എയുടെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എന്താ? 1 2 3 ആണ് കോഎഫിഷ്യൻസ് വരിക. 1 2 3. അപ്പോൾ ഓരോ കോഎഫിഷ്യൻസ് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അത് സ്ക്വയർ റൂട്ട്. സോ സ്ക്വയർ റൂട്ട് 14. അതേപോലെ ബിയുടെ കണ്ടുപിടിക്കുക. ഇവിടെ 3 2 1 ആണ് അല്ലേ. സോ 3 സ്ക്വയർ 9 2 സ്ക്വയർ 4 1 സ്ക്വയർ 1. അപ്പോൾ എഗെയിൻ റൂട്ട് 14 തന്നെ കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഡിനോമിനേറ്ററിൽ. റൂട്ട് 14 സ്ക്വയർ എന്താ? 14 ആണ് അല്ലേ. 10/14 പറയുന്നത് 5/7. ഇനി കോസ് തീറ്റ ആണ് 5/7. സോ തീറ്റ എന്താ? കോസ് ഇൻവേഴ്സ് 5/7. Next question. Consider the vectors a is equal to I minus 7j plus 7k, b is equal to 3i minus 2j plus 2k. Also find a cross b. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതായത് എ ക്രോസ് ബി ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഫസ്റ്റ് സബ് പാർട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ എയുടെ വെക്ടേഴ്സ് കോഎഫിഷ്യൻസ് എഴുതുക. എ എന്ന് പറയുന്നത് 1 minus 7 7, ബി എന്ന് പറയുന്നത് 3 minus 2 2. അപ്പോൾ ആ ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 19j plus 19k ഐയുടെ ടേം 0 ആയി പോകും. 19j plus 19k കിട്ടും. അതായത് 19 into j plus k. നെക്സ്റ്റ് രണ്ട് സബ് പാർട്സ്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എ ക്രോസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എ ക്രോസ് ബി ഓൾറെഡി കണ്ടുപിടിച്ചു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ കാണാം. ഓൾറെഡി ഇപ്പോൾ 19i plus 19j ആണ് കിട്ടിയത്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 19 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ അതായത് 2 into 19 സ്ക്വയർ. ഇപ്പോൾ 19 സ്ക്വയർ റൂട്ടിന്റെ പുറത്തെടുക്കുക. സോ 19 റൂട്ട് ആണ് ആൻസർ. ഇനി യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ ക്രോസ് ബി നമുക്കറിയാം 19 into ആ 19 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു. 19 into j plus k ഡിവൈഡഡ് ബൈ 19 റൂട്ട് 2. അപ്പോൾ 19ഉം 19ഉം ക്യാൻസൽ ചെയ്യുക. 1/√2 വരും ഓരോ ടേംസിനും. 1/√2 j plus 1/√2 ഇവിടെ k ആണ് കേട്ടോ. നെക്സ്റ്റ് find the area of the parallelogram whose adjacent sides are a and b. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന a and b ഉണ്ടല്ലോ, അത് adjacent sides ആണ്. അങ്ങനെയാണെങ്കിൽ ആ പാരലോഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിന്റെ ഫോർമുല എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് a ക്രോസ് b ആണ്. അതിപ്പോൾ ഓൾറെഡി നമ്മൾ 19 റൂട്ട് 2 കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഏരിയ ആയതുകൊണ്ട് 19 റൂട്ട് 2 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ വെക്ടർ ഫ്രം ദ പോയിന്റ് a to b. അപ്പോൾ ജസ്റ്റ് ആ വെക്ടർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ a എന്ന് പറയുന്നത് i plus 3j plus 5k അങ്ങനെ എഴുതാം അല്ലേ. അതുപോലെ ബി എന്ന് പറയുന്നത് 4i plus 3j plus 2k. വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെയല്ല വരിക. സോ കറസ്പോണ്ടിങ് ടേംസ് കോഎഫിഷ്യൻസ് ആയിട്ട് എഴുതും. ഇനി എ ബി എങ്ങനെ കണ്ടുപിടിക്കുക? പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ക്ലിയർ ആയി? സോ ബിയുടെ പൊസിഷൻ വെക്ടർ ഇത് മൈനസ് ഈ ഒരു ടേം ചെയ്യും. ദാറ്റ് ഈസ് 4i plus 3j plus 2k മൈനസ് ഓഫ് i plus 3j plus 5k. അപ്പോൾ നമുക്ക് 3i minus 3k കിട്ടും. Next, find the projection of the vector I plus 3j plus 7k on the vector 7i minus j plus 8k. അപ്പോൾ നമുക്ക് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ എ ഓൺ ബി എന്ന് പറയുന്നത് രണ്ടിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ അതായത് ഓൺ ഏതാണോ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഡിവൈഡഡ് ബൈ ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം തന്നെ എ ഡോട്ട് ബി കണ്ടുപിടിക്കാം. ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. സോ ഐ ഡോട്ട് 7i എന്താ? 7 ആണ്. ദെൻ 3j dot minus j എന്താ? -3. Again last one 7k dot 8k എന്താ? +56. So 7 minus 3 plus 56 എന്താ? 60 ആൻസർ വരും. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കണം. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കോഎഫിഷ്യൻസിന്റെ സ്ക്വയർസ് ആഡ് ചെയ്യാം. ഇത് 7 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ വരും അല്ലേ. അതായത് സ്ക്വയർ റൂട്ട് ആണ്. സോ റൂട്ട് 114 കിട്ടും. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 60 a dot b ആണ് ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത്
root 114 ആണ്. So 60 divided by root 114 ആണ് projection of A on B. Next question, consider the vector A is equal to 2i plus j plus k and B is equal to I plus j plus k. Find A cross B. അത് മാത്രമല്ല find a unit vector perpendicular to A and B യും ചോദിച്ചിട്ടുണ്ട്. So first of all A cross B കാണണം. അതായത് ഇതേപോലെ determinant I j k എഴുതുക. A യുടെ terms coefficients first means second row ആയിട്ട് എഴുതുക 2 1 1 അല്ലേ 2 1 1. നെക്സ്റ്റ് B യുടെ 1 1 1 1 1 എഴുതി. ഇത് ജസ്റ്റ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് മൈനസ് ജെ പ്ലസ് കെ കിട്ടും. ക്ലിയർ ആയല്ലോ? അതായത് ഐയുടെ ടേം 0 ആയി പോകും. നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. അതായത് നേരത്തെ പറഞ്ഞു എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. ഇതാണ് ഫോർമുല. എ ആൻഡ് ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ കാണണമെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് കാണാം. എന്നിട്ട് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വെക്ടേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് എ ക്രോസ് ബി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു മൈനസ് ജെ പ്ലസ് കെ ആണെന്ന് അല്ലേ. എ ക്രോസ് ബി അറിയാം. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 1 സ്ക്വയർ പ്ലസ് കെയുടെ 1 സ്ക്വയർ ആണ് അല്ലേ. അതായത് റൂട്ട് 2 വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വാല്യൂ നമുക്ക് റൂട്ട് 2 കിട്ടി. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി എന്ന് പറയുന്നത് മൈനസ് ജെ പ്ലസ് കെ ആണ് ഡിവൈഡഡ് ബൈ root 2. ഇത് ഓരോന്നിനും സെപ്പറേറ്റ് ബൈ റൂട്ട് 2 കൊടുക്കുക. സോ മൈനസ് 1 ബൈ റൂട്ട് 2 ജെ പ്ലസ് 1 ബൈ റൂട്ട് 2 കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ബോത്ത് പെർപെൻഡിക്കുലർ ടു ദ വെക്ടേഴ്സ് ഇഫ് A is equal to 2i plus j plus 3k and B is equal to 3i plus 5j minus 2k. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിക്വയർഡ് വെക്റ്റർ എന്താ? A cross B by magnitude of A cross B. അപ്പോൾ ആദ്യം A cross B കണ്ടുപിടിക്കുക. I j k A യുടെ ടേംസ് 2 1 3 അത് നെക്സ്റ്റ് റോ, ദെൻ 3 5 minus 2 നെക്സ്റ്റ് റോ. ജസ്റ്റ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് മൈനസ് 17i plus 13j plus 7k കിട്ടും. നെക്സ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എങ്ങനെ കാണാം? സ്ക്വയർ റൂട്ട് ഓഫ് 507 അല്ലെ. അതായത് ഇതിന്റെ ഓരോ ടേംസിന്റെ സ്ക്വയർസ് സ്ക്വയർ റൂട്ടിനുള്ളിൽ ആഡ് ചെയ്യാം. 17 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. ഞാൻ മൈനസ് കാണിച്ചിട്ടില്ല കാരണം ഓൾറെഡി മൈനസ് സ്ക്വയർ പ്ലസ് ആണ്. ഓക്കെ, ഇപ്പോൾ റൂട്ട് 507 കിട്ടും. ഇനി നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഫോർമുലയിൽ. സോ മൈനസ് 17i പ്ലസ് 13j പ്ലസ് 7k ഡിവൈഡഡ് ബൈ റൂട്ട് 507. വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. മൈനസ് 17 ബൈ റൂട്ട് 507i പ്ലസ് 13 by root 507j plus 7 by root 507k. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ABC where ABC are points 1 1 2 2 3 5 and 1 5 5. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് വെക്റ്റർ കാണാം ABC എന്ന് പറയുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, അത് മാത്രമല്ല ABC എന്താണ് സെപ്പറേറ്റ് ആയി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എ ബി എന്ന് പറയുന്ന പൊസിഷൻ വെക്റ്റർ കാണാം. അപ്പോൾ എങ്ങനെ കാണാം? പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. എ ബി എന്ന വെക്റ്റർ കണ്ടുപിടിക്കാൻ ബി വെക്റ്റർ മൈനസ് എ വെക്റ്റർ കാണാം അല്ലെ. സോ ഇതേപോലെ എ ആണിത്, ഇത് ബി, ഇത് സി. സോ ബിയുടെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസും എയുടെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസും സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഐയുടെ ടേംസ് ആണ് 2 minus 1 അതായത് ഐ. ദെൻ നെക്സ്റ്റ് കേസിൽ ജെയുടെ ടേംസ് ആണെങ്കിൽ 3 ഉം 1 ഉം. 3 minus 1 എന്താ? 2. സോ 2j പ്ലസ് 5 minus 2 that is 3k. So I plus 2j plus 3k. അതേപോലെ AC കാണാം, അതായത് C minus A. ക്ലിയർ ആയോ? സിയുടെ ടേംസ് മൈനസ് എയുടെ ടേംസ് കാണാം. അപ്പോൾ നമുക്ക് AC എന്ന് പറയുന്ന വെക്റ്റർ കിട്ടും. അതായത് 0i plus 4j plus 3k. ജസ്റ്റ് C minus A ചെയ്താൽ മതി. C minus A corresponding terms 1 minus 1 0 വരും. then next case 5 minus 1 4, then 5 minus 2 3. അപ്പോൾ 0i plus 4j plus 3k കിട്ടും. ഇനി ഇത് രണ്ടിന്റെയും ക്രോസ് പ്രോഡക്റ്റ് കാണാം, എ ബി ക്രോസ് എ സി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഐ ജെ കെ 1 2 3 0 4 3 ഈ കിട്ടിയ രണ്ട് വെക്ടേഴ്സിന്റെയും കോഎഫിഷ്യൻസ് കറക്റ്റ് റോസ് ആയിട്ട് എഴുതാം. എന്നിട്ട് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ മൈനസ് 6i മൈനസ് 3j പ്ലസ് 4k. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 6 സ്ക്വയർ പ്ലസ് മൈനസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റൂട്ട് 61 ആൻസർ കിട്ടും. ഇനി നമ്മൾ ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ബി സി എന്താ? നമുക്കിപ്പോൾ കിട്ടിയ വെക്റ്റർ ഇല്ലേ എ ബി ക്രോസ് എ സി മൈനസ് 6i മൈനസ് 3j പ്ലസ് 4k ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് റൂട്ട് 61. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പാർട്ടാണ്. ഇഫ് എ ബി സി ആർ 3 കോപ്ലാനാർ വെക്ടേഴ്സ് ദെൻ
their scalar triple product is നമുക്കറിയാം 0 ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോപ്ലേനാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സെയിം പ്ലെയിനിലാണ് ഉള്ളത് അല്ലെ. അപ്പോൾ ഈ എ ബി സി മൂന്ന് വെക്ടേഴ്സും ഒരേ പ്ലെയിനിലാണ് ഉള്ളത്. സോ അതിന്റെ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. Next question, if A is equal to 2, B is equal to 3 and theta is the angle between A and B, then maximum value of A dot B occurs when theta is equal to. അപ്പോൾ തീറ്റ ഏത് വാല്യൂ ആകുമ്പോഴാണ് മാക്സിമം വാല്യൂ ഓഫ് A dot B ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം A dot B എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B ഇൻറ്റു കോസ് തീറ്റ ആണ് അല്ലെ. അതായത് ഇത് രണ്ടും തന്നിട്ടുണ്ട്, എയും ബിയും മാഗ്നിറ്റ്യൂഡ്സ് 2ഉം 3ഉം തന്നിട്ടുണ്ട്. സോ 2 ഇൻറ്റു 3 ഇൻറ്റു കോസ് തീറ്റ. ഇനി തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോഴാണ് കോസ് തീറ്റ മാക്സിമം, അതായത് 1 കോസ് തീറ്റ 1 ആയിരിക്കും അല്ലെ. അതായത് തീറ്റ 0 ആയിരിക്കുമ്പോഴല്ലേ കോസ് തീറ്റ 1. സോ അപ്പോഴാണ് A dot Bയുടെ വാല്യൂ മാക്സിമം ആയിരിക്കുക. അപ്പോൾ A dot Bയുടെ വാല്യൂ എന്താ 6 ആണ് വരിക. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്താ? നമ്മുടെ അടുത്ത് ഈ A dot B അല്ല ചോദിച്ചിട്ടുള്ളത്, മാക്സിമം വാല്യൂ ഓഫ് തീറ്റ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് 0. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് അതിന്റെ സബ് പാർട്സ് ആണ്, അതായത് ലാസ്റ്റ് സബ് പാർട്ട് ആണ്. ഇഫ് B is equal to 2i plus j minus k, c is equal to i plus 3k and a is a unit vector, find the maximum value of scalar triple product a, b, c. Okay, അപ്പോൾ b യും c യും തന്നിട്ടുണ്ട്, a എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ബി സി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്രഷൻ വരുന്നത് a ഡോട്ട് ഇതേപോലെ ബി ക്രോസ് സി, ഇതാണ് എക്സ്പ്രഷൻ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ബി ക്രോസ് സി കാണാം. അതായത് സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക, എ ഡോട്ട് ബി ക്രോസ് സി. അപ്പൊ ആദ്യം ബി ക്രോസ് സി കാണണം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഡിറ്റർമിനന്റ് ഐ ജെ കെ ടേംസ് എഴുതുക. ഇനി ബിയുടെ ടേംസ് ആണ് 2i പ്ലസ് ജെ മൈനസ് കെ ആണ്, ദാറ്റ് ഇസ് 2 1 മൈനസ് 1. അപ്പൊ അതാ നെക്സ്റ്റ് കോഎഫിഷ്യൻസ് എഴുതുക. അടുത്തത് സിയുടെ ടേംസ് എന്ന് പറയുന്നത് ജെ ടേംസ് 0 ആണ്, ഐയും കെയും മാത്രമേ ഉള്ളൂ. സോ 1 0 3. അപ്പോൾ 103 ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമ്മൾ ജസ്റ്റ് ഡിറ്റർമിനന്റ് കാണാം. അപ്പോൾ ഇവിടെ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഐ ഇൻറ്റു ബാക്കി ഐ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോ ആൻഡ് കോളം ഇഗ്നോർ ചെയ്യുക, എന്നിട്ട് ബാക്കി ക്രോസ് പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 1 ഇൻറ്റു 3 മൈനസ് 0 ഇൻറ്റു മൈനസ് 1, 0 ഇൻറ്റു എന്ത് ചെയ്താലും 0 അല്ലേ. സോ 3i കിട്ടും. നെക്സ്റ്റ് മൈനസ് ജെ കൺസിഡർ ചെയ്യണം നമ്മൾ, ഇൻറ്റു ദെൻ ആ ഒരു കൺസേൺ റോ ആൻഡ് കോളം ഇഗ്നോർ ചെയ്താൽ 2 ഇൻറ്റു 3, അതായത് 6 മൈനസ് 1 ഇൻറ്റു മൈനസ് 1 എന്താ മൈനസ് 1 ആണ്. അപ്പോൾ 6 മൈനസ് മൈനസ് 1 വരും കേട്ടോ. ദാറ്റ് ഇസ് 6 മൈനസ് മൈനസ് 1 എന്താ 6 പ്ലസ് 1 7. അപ്പോൾ 3i മൈനസ് 7j കിട്ടി. ലാസ്റ്റ് വൺ കെയുടെ ടേം ആണ്, പ്ലസ് കെ ഇൻറ്റു കെയുടെ ടേം കൺസിഡർ ചെയ്യുമ്പോൾ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോ ആൻഡ് കോളം ഡിസ്കാർഡ് ചെയ്യുക. സോ ഇത് ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻറ്റു 0 മൈനസ് 1 ഇൻറ്റു 1, അതായത് 0 മൈനസ് 1 കിട്ടും. സോ ഇവിടെ അത് മൈനസ് കെ ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ 3i മൈനസ് 7j മൈനസ് 7k ആണ് വരിക. സോ ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ഇത് പ്ലസ് ആണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ മൈനസ് ആണ് വരിക കേട്ടോ. 3i മൈനസ് 7j മൈനസ് k. ഇനി എയുടെ വാല്യൂ എ യൂണിറ്റ് വെക്ടർ ആണ് തന്നിട്ടുണ്ട്. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ 1 ആണ്, 1 ഡോട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ആണ് അല്ലെ, അങ്ങനെ എഴുതിക്കൂടെ. സോ ഇവിടെ എ ഡോട്ട് ബി ക്രോസ് സി, എ എന്ന് പറയുന്നത് ഒരു വെക്ടറും ബി ക്രോസ് സി ഒരു വെക്ടറും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് സി ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് സി ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് സി കാണാൻ ഇപ്പൊ കിട്ടിയ നമ്മുടെ ആ വെക്ടർ അല്ലേ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ക്ലിയർ ആയോ? അതായത് റൂട്ട് 15 ആണ്. അപ്പൊ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അങ്ങനെയാണ് ഈ 1 ഇൻറ്റു റൂട്ട് 59 ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതിയത്. ഈ എക്സ്പ്രഷൻ കിട്ടിയത് ഇതിൽ നിന്നാണ് കേട്ടോ. അതായത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ആണ്. ആ ഒരു ഫോർമുല നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. സോ 1 ഡോട്ട് റൂട്ട് 59 ഇൻറ്റു കോസ് തീറ്റ. അതായത് ഇനി ഇതിന്റെ മാക്സിമം വാല്യൂ, ഇപ്പോൾ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് മാക്സിമം വാല്യൂ ആവണമെങ്കിൽ കോസ് തീറ്റ മാക്സിമം വാല്യൂ ആയിരിക്കണം, അതായത് തീറ്റ 0 ആയിരിക്കണം. അപ്പോൾ തീറ്റ 0 ആയിരിക്കുമ്പോൾ ഈ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ വാല്യൂ എന്താ? ഈ വാല്യൂ 1 ഡോട്ട് റൂട്ട് 59 ഡോട്ട് കോസ് 0, അതായത് 1. അപ്പോൾ റൂട്ട് 59 ആണ് മാക്സിമം വാല്യൂ. താങ്ക് യു.